ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സമയം ഏതാണ്ട് 9:30 ആയിട്ടുണ്ട് ഗൈസ്. ഈറ്റിംഗ് ചലഞ്ച് എടുക്കാനുള്ള പ്ലാനിലാണ്. നമ്മളൊരു 3 ചിക്കൻ മേടിച്ചിട്ടുണ്ട്, 3 ഫുൾ ചിക്കൻ മേടിച്ചിട്ടുണ്ട്. ഇതിൽ ആരാണോ ആദ്യം കഴിക്കുന്നത് അവരായിരിക്കും ഈ ഒരു ഈറ്റിംഗ് ചലഞ്ചിൽ വിജയിക്കുന്നത്. ബോട്ടിൽ ഫ്ലിപ്പ് ഒന്നും അല്ല, നോർമൽ ഈറ്റിംഗ് ചലഞ്ച് ആണ് നമ്മൾ ചെയ്യുന്നത്. കുത്തിയിരുന്ന് തിന്നാൻ. അതിൽ ആരാണോ ജയിക്കുന്നത് നമുക്ക് നോക്കാം. റൈസ് കൂടെ ഉണ്ട്. അതെ അതെ, ചിക്കൻ മാത്രമല്ല ഗൈസ്, നമ്മൾ റൈസും കൂടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. 3 ചിക്കൻ കൂടെ വേവിക്കുന്ന കാര്യം കുറച്ച് ടാസ്ക് ആണ്. അതുകൊണ്ട് ഞാൻ ചിക്കൻ പുറത്തു പോയി മേടിച്ചിട്ട് വന്ന്. അപ്പൊ എന്തായാലും ഒരു കുറെ നാളായി ഇല്ലേ ഈറ്റിംഗ് ചലഞ്ച്, പ്രോപ്പർ ഈറ്റിംഗ് ചലഞ്ച് ചെയ്തിട്ട് ഒത്തിരി നാളായി. അപ്പൊ നമുക്ക് ആദ്യം റൈസ് ഉണ്ടാക്കാം. വൈദ്യുതി ഞാൻ മുടിയൊക്കെ ഒന്ന് വെട്ടിയായിരുന്നു കേട്ടോ. അരവിന്ദനായോ എന്ന് എനിക്കൊരു ഡൗട്ട് കഴിച്ചു. എന്തായാലും കുഴപ്പമില്ല, ഭയങ്കരമായിട്ട് ഒരുമാതിരി ഇങ്ങനെ വളർന്നിരുന്നു. അപ്പം അമ്മ പറഞ്ഞ് പോയി വെട്ടി കുറച്ച് വൃത്തിയാവാനായിട്ട്. അപ്പൊ ഞാൻ എന്തായാലും പോയി മുടിയൊക്കെ അങ്ങ് വെട്ടി. അമ്മയുടെ താല്പര്യപ്രകാരം ഞാൻ പോയി മുടി അങ്ങ് വെട്ടി. കുറച്ചൊന്ന് മെനയായെന്നാണ് എനിക്ക്. എന്നിട്ടും ഈ ആക്കലിനൊരു കുറവില്ല, അവന് മുടി ഇങ്ങനെ കിടക്കണം. എനിക്ക് ഇങ്ങനെ ഇട്ട് വയട്ടണം ഇങ്ങനെ മുടി. അതുകൊണ്ട് കുഴപ്പമില്ല, ഇച്ചിരി വൃത്തിയായെന്നൊക്കെ തോന്നുന്നു. അമ്മ പറഞ്ഞ അങ്ങനെ. അമ്മയും പിരിയൊക്കെ റെഡി ചെയ്തല്ലേ, പിരിയൊക്കെ വരച്ച് കരി വെച്ച് എഴുതിയാ. അച്ഛൻ ബ്രൂട്ടീഷൻ ഒന്നും ചെയ്യുന്നില്ല, നാച്ചുറൽ ഗ്ലോ ആണ്. അതെ, ഞാൻ ഒന്നും ചെയ്തില്ല. ത്രെഡ് ചെയ്ത് എന്തൊക്കെ വാരി തേക്കൊക്കെ ചെയ്ത് ഞാൻ ഒന്നും ചെയ്തില്ല. വേണ്ട, അലർജി ചിലത് പിടിക്കത്തില്ല. പിടിക്കുന്നതും പിടിക്കാത്തതും ഉണ്ടല്ലേ. ഈ ചെള്ളയിലെ ഗ്ലോ ആണ് മെയിൻ. ഈ രണ്ട് തുടുത്തങ്ങി ഇരിക്കുക. അത് പിന്നെ ക്രീം തേക്കുന്നു. ഇത് ഐഫോണിന്റെ ഓരോ കളികളാണ്. ഇച്ചിരി ഫ്രൂട്ടി ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. ലുക്കൊക്കെ ഉണ്ട് അമ്മയ്ക്ക്. അമ്മയ്ക്ക് അമ്മ സുന്ദരിയാണ്. ആ പല്ലൂടെ ഒന്ന് തേക്ക് കിട്ടോ, അതുകൂടെ മഞ്ഞ കളറിൽ ഇരിക്കണ്. മുഖം മഞ്ഞ, പല്ലു മഞ്ഞ. അച്ഛൻ ലുക്കാണ്. ഞാൻ ഈ താടി വളർത്താത്ത എന്താ ഇപ്പൊ? നരച്ച താടിയായിരുന്നു. അതിനിപ്പോ എന്തുവാ പിന്നെ 50-ആം വയസ്സില് പിന്നെ എന്തൊരു പച്ചത്താടി വരുമോ? ഇത് മതി. ഇല്ല, താടി കുറച്ച് വെക്കണം. ഞാൻ മുടി വെട്ടി ബോറായ കുഴപ്പമില്ലല്ലേ. മുടിയൊക്കെ പോണ് കൈസ്, വയസ്സായി ഇല്ലേമാ. പിന്നെ എനിക്ക് ഈ മാസം 25-ാം തീയതിയാണ് കൈസ് എന്റെ ബർത്ത്ഡേ. എനിക്ക് 25 വയസ്സാവുകയാണ് സുഹൃത്തുക്കളെ. സത്യം പറഞ്ഞ വർഷങ്ങളൊക്കെ എന്ത് പെട്ടെന്നാ പോയത്. അതിലേക്ക് പോലും വയ്യ. നീ വയസ്സ് 25 വയസ്സായി. അമ്മ വേറൊരു കാര്യം ആലോചിക്ക്, ഒരു 25 വയസ്സൂടെ കഴിഞ്ഞ എനിക്ക് 50 വയസ്സായി. അപ്പോഴൊക്കെ നമ്മള് കാണത്തില്ലേ, നമ്മളെത്ര വർഷം നമ്മളൊക്കെ നീ തീരാറായില്ലേ. അങ്ങനൊന്നുമില്ല, അമ്മയൊക്കെ ചെറുപ്പത്തിലെ കല്യാണം കഴിച്ച ആൾക്കാരാണ്. വയസ്സ് 43 ആയില്ലേ. അത് പിന്നെ വയസ്സ് കൂടുതൽ ഇനി കുറഞ്ഞു വരുമോ? പിന്നെ 48 വയസ്സായി. നമ്മളൊക്കെ തീരാറായി. അത് ആധാറിൽ തിരുത്തിയാൽ മതി ഓരോ വർഷം കഴിയുമ്പോ. ഓക്കെ, വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം അടിപൊളിയായിട്ട് തിളച്ചു. അതിനകത്ത് എന്തിനാ ഇട്ട? കുരുമുളകാ. ഷെഫ് പറഞ്ഞ് കുരുമുളക് ഇട്ട്. ഓക്കെ, കുരുമുളകൊക്കെ ഇട്ടിട്ടുണ്ട്. റൈസ് ഇടാം. ഇത് മറ്റേ ഇന്ത്യ ഗേറ്റിന്റെ അരി കേട്ടോ. ഇന്ത്യ അല്ലേ, പാകിസ്ഥാൻ ഗേറ്റാ. പിന്നെ ഇല്ല, ചെറുമണി അരി, ജീരക അരി കേട്ടോ. ഇത് ജീരകശാല അരിയാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഈ ചെറിയ നേരിയ അരിയാണ് കൂടുതൽ രസകരം തിന്നാനായിട്ട്. ആ ഒരു ടേസ്റ്റ് വൈസ് ആയാലും എനിക്ക് കുഞ്ഞരികളോടാണ് താല്പര്യം. എനിക്ക് വലിയ അരി എനിക്ക് ഒത്തിരി ഇഷ്ടമല്ല. ഡാഡ്, വാട്ട് ആർ യു ആർ ഡൂയിങ്? Come on, put in your mouth some English. അവൻ പറയുന്നുണ്ട് ഇംഗ്ലീഷ്. മക്കളെ പറയും. Oh, fantastic. It's probably the biggest film I've ever done, and probably the biggest film that has come out of India in a long, long time. ചിക്കൻ മേടിച്ച് മണം എന്റെ കയ്യിലിരിക്കുന്നുണ്ട്. അതാണ് അവ ഇങ്ങനെ നക്കണത് കേട്ടോ. കുറച്ച് സോൾട്ട്, then puts tomatoes and this onion on this butter. Could you please? Butter nahi. അച്ഛന് ഹിന്ദി അറിയത്തുള്ളൂ, അതുകൊണ്ട് ഹിന്ദി അറിയത്തില്ല. ഹിന്ദി. ഞാൻ ഉള്ളി തമിഴ് മലയാളം. എന്നാ പാണ്ടി. ഓക്കെ. ഇന്നേക്ക് വേല എതും കിടക്കല് കനക്ക് വേല എതുമേ ഇല്ലേ ഇരുന്നയാ இன்னைக்கு வேலை எதுவுமே இல்லையா உனக்கு? வேற அந்த வண்டி இருக்குல்ல, அந்த தும்பிக்கையெல்லாம் இருக்கிற ஜேசிபி, அங்க வேலை இல்ல இன்னைக்கு போகல. எங்க வேலையில பட்டபாரியா? பட்டபாரி நாளைக்கு இருக்கு. காலையில போகணும். இந்த மழை ரொம்ப பிரச்சனை பண்ணுது இல்ல, இந்த காலாவസ്ഥ. கொஞ்சம் வேலை எல்லாம் நடந்துட்டு மழையத்தும் வேலை நடக்கும்.
அது குழப்பம் குழப்பம் இல்ல இந்த குழப்பம் எப்படி வரும், எப்ப வரும் குழப்பம்? எப்போ வேணாலும் பெறா. குழப்பம் பண்ண எதுவுமே குழப்பம் பண்ணாம அப்படி அந்த ஓரம் பிடிச்ச அப்படி அங்க போனோம். எந்த குழப்பத்துக்கும் போகாம என்ன போகாம போக முடியாது முடியாது. எப்பாவது பிரச்சனை வந்துட்டே இருக்கு. பிரச்சனை இருந்தாலும் நம்ம அதெல்லாம் தப்பிச்சு போனோம். அதுதான் வாழ்க்கை. எந்த பிரச்சனை வந்தாலும் நம்ம அதெல்லாம் தப்பிச்சு நம்ம பாட்டுக்கு பொக்கொண்டே இருக்கணும். பாட்டுக்கா பாட்டுக்கே போனோம். அதாவது விஜய் என்ன சொல்லிருக்கல, நம்ம இந்த அருவியில கல்லெறிஞ்சிட்டு அது போய் அப்படி ஏதாவது சொல்லும். எப்படி என்ன ഇത് ആലോചിക്കട്ടെ, അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു ഡയലോഗ് ഉണ്ട്. അത് നമ്മ പാട്ടക്ക് നദിയെ പോയിടും. ശരി, അങ്ങനല്ല. അതൊരു തമിഴ്നാട്ടിലൊരു പഴഞ്ചൊല്ല, വിജയ് സാർ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വേണമെങ്കിൽ കൂടെ കൊടുക്കാൻ കേട്ടോ. തമിഴൊക്കെ എങ്ങനെ പറയണില്ലേ ആൾക്കാര്? എനിക്കറിയാം, പക്ഷേ കൊറേ തമിഴ് നല്ല தெரிஞ்சிடும். ഇവർ പാട്ടി കൂട്ടങ്ങൾ പാണ്ടിതുരൈ என் சித்தப்பா தமிழாளிதான். அந்த ஆளு கேட்கண்டா. என் குஞ்சம்மா கட்டி தமிழாளி சிலோன்காரன். என் சித்தப்பா பேரு சிவசுப்பிரமணியன். அவரு பெரிய கவுண்டரா? அங்க கவுண்டர் ஒன்னும் இல்லே, எஸ்டேட்ல ഞാൻ ചിന്ന പയ്യില് വീട്ടില് എന്റെ സിത്തപ്പ കൊണ്ടുപോയി. തീരെ വൈ ഇച്ചിരി ചൂടുവെള്ളം കൂടി ഞാൻ അങ്ങ കോട്ടേഴ്സില് കോട്ടറെല്ലാം അടിച്ചിട്ട് இருந்தீ. அப்போ நீங்க என்ன பூசா? பூசு இல்லையா? பூசு இல்லையா? பூசு இல்லையா? ஓகே 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 ஓகே, போதத்தான் சொல்லுவேன். போதத்தான் சொல்லுவேன். அப்பா அறிவன், അറിവൻ, நீங்க பெரிய அறிவன். അയ്യോ, തമിഴൊക്കെ മാറി വേറെയൊക്കെ വരും. ഞാൻ നിർത്തി. എന്തായാലും പറഞ്ഞിരുന്നു, നമ്മുടെ റൈസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. തമിഴിലുമേ സൊല്ലും. പുല്ല് പറയണ്ടായിരുന്നു എനിക്ക് ഏത് നേരത്തെ. അപ്പ എവിടെയാടാ? அங்க இருந்து வெங்காயம் வெட்டிட்டு இருக்கு. தம்பி நீ என்னடா? ഹേ ഗായ്സ്, അപ്പൊ നമ്മുടെ ഈറ്റിംഗ് ചലഞ്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ റൈസ് ഒക്കെ സെറ്റ് ആക്കി അതിന്റെ മണ്ടയിൽ ചിക്കൻ ഒക്കെ എടുത്ത് വെച്ചു. കറക്റ്റ് സമയമായപ്പം ഉണ്ണിയും എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കുമ്പറ, സവാള, മറ്റേ ഈ കിടുപിട് സാധനങ്ങള്. പെപ്സി എന്തി? പെപ്സി മെയിൻ ആട്ടോ. ചിക്കൻ കഴിക്കണമെങ്കിൽ പെപ്സി വേണം. പെപ്സി എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ഒരു വക കഴിച്ചില്ലല്ലേ? ഞാൻ വൈകിട്ടാണ് ഇവനെ വിളിച്ചത്. അപ്പൊ തൊട്ട് ഇവൻ എന്തായാലും, നീ വരുമ്പോഴത്തേനും എന്തെങ്കിലും കഴിക്കൂലായിരുന്നോ? പോയിട്ട് വരുമ്പോഴത്തേനും എന്തെങ്കിലും കഴിക്കുന്നതാണ്. അപ്പൊ ഒന്നും കഴിച്ചിട്ടില്ല. കഴിക്കാണ്ടിങ്ങനെ പോന്നതാ തോപ്പിക്കാൻ, പൊട്ടിക്കാൻ. അവിടെ ഇരുന്നാ മതി കേട്ടോ. അണ്ണ ഉച്ചോട്ടൊന്നും കഴിക്കാതിരിക്കുക. പട്ടിണിയായിരുന്നു ഇന്ന്. ഞാൻ 3 ദിവസം കഴിച്ചിട്ട്. അച്ഛൻ 3 ദിവസം കൊണ്ട് പട്ടിണിയാ. നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. ഇനി അങ്ങോട്ട് ദീർഘിപ്പിക്കണ്ട. ഇനി അങ്ങോട്ട് വയ്യ. അതെ, അമ്മയുടെ ഒരു ടൈമർ വെച്ചില്ലേ? അത് ഞാൻ മറന്നുപോയിട്ട്. നമുക്ക് ടൈമർ എന്തായാലും വെക്കാം. കാരണം നമ്മൾ എത്ര ടൈം കൊണ്ടാണ് ഫിനിഷ് ചെയ്യുന്നതെന്ന് അറിയണ്ടേ. നമ്മളെല്ലാം ഓരോ പ്ലേറ്റ് റൈസ് വെച്ചിട്ടാണ് ഗൈസ് എടുത്തേക്കുന്നത്. ഇനി റൈസ് വേണമെങ്കിൽ കലം വേറെ ഇരിപ്പുണ്ട് കേട്ടോ. അത് നമുക്ക് എടുക്കാം. അരി നമുക്ക് എടുക്കാം. അപ്പൊ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട്. കഴിച്ചോ. ഞാൻ ചിക്കൻ അങ്ങോട്ട് എടുക്കാം, അങ്ങോട്ട് എടുക്കാം. സമയമില്ല. സോഫ്റ്റ് ആണോ? നല്ല പൊന്നോ വിഷയം. പോകാന്ന് തോന്നുന്നു. അച്ഛനൊന്നും ഒന്നും മിണ്ടുന്നില്ല. മിണ്ടാനും തിന്നുക.
ഓഹോ അവരോട് എല്ലാത്തും കൊടുക്കല്ലേ നാളെ ജോലിക്കുള്ളതാ. ഇപ്പൊ പൊങ്ങോ ഉണ്ണി ഉണ്ണി പോരാ 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 എടുക്കോ 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 നീളം നീളം. ജസ്റ്റ് പീസ് തിന്നാനാണ് കേസ് ഏറ്റവും പാട്. ഭയങ്കര പാടാം. കൊച്ചിന് ഇഷ്ടമല്ലാത്ത പീസ് അത്. എവിടെ ഇറങ്ങി പോകുന്നത്? ഇവിടെ ഇരിക്കുന്നു. ഒന്നും ആയിട്ടില്ല, എന്റെ ഒന്നും അമ്മോ. ആയിട്ടില്ല. ഏതാണ്ട് ഒരു ഹാഫ് ചിക്കനിൽ കൂടുതൽ ഞാൻ കഴിച്ചില്ല. കഴിഞ്ഞിട്ടില്ല ഗൈസ്. നമ്മ ഈ ചെസ്റ്റിന്റെ പീസ് തീരെ പാടാ. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചെസ്റ്റിന്റെ പീസ് ഭയങ്കര പാടാ കഴിക്കാനായിട്ട്. ലെഗ് പീസ് ഒക്കെ കഴിയും. ഇത്ര സമയമൊന്നുമില്ല, വെയിറ്റ് ചെയ്ത് ആരാ ജയിച്ചാ മതി. ഓ ഞാൻ മാണ്ട് ഗൈസ്. അമ്മേ തിന്നു തിന്നു. ആ ഒരാൾ ജയിക്കാറായിട്ടുണ്ട്. ആരാ? ചേട്ടന് ജയിക്കാറായിട്ടുണ്ട്. ചിക്കൻ തീരാറായി, ഇനി റൈസ് കൂടെ ഉള്ളൂ. ചിക്കനോ? ഓ ചിക്കൻ റൈസും കൂടെ ഭയങ്കര പാടാണ് ഗൈസ് കഴിക്കാൻ. എന്റെ അമ്മോ. ചിക്കൻ രണ്ടുപേരും ഫുള്ളാക്കിയിട്ടുണ്ട് അല്ലേ? ചിക്കൻ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അല്ലേ? എല്ല് കൊച്ചു. ഓഹോ ഇങ്ങനത്തെ ചിക്കൻ പോലെ ഒന്നുമില്ല. ഇനി റൈസ് ഇരിക്കുന്നത്. ഗൈസ് ഫുള്ള് ചിക്കൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അച്ഛനും ഒരു ഫുൾ ചിക്കൻ കഴിച്ചിട്ടുണ്ട്. ഉണ്ണിക്ക് ബാക്കിയുണ്ട്. ഭയങ്കര ഗ്യാസാണ് കേട്ടോ സീൻ. ഗൈസ് ഇനി അത്ര റൈസ് കൂടെ ബാക്കിയുണ്ട്. അച്ഛൻ റൈസ് കഴിച്ചു തുടങ്ങി കേട്ടോ. എന്താ പറയാ ഇത് എങ്ങനെയുണ്ട് അച്ഛാ? തീരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനും ഒരു ഫുൾ ചിക്കൻ കഴിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ചിക്കൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനി നമുക്ക് റൈസ് കഴിക്കാം. ഇവര് അച്ഛനും മോനും കട്ടക്കാട്ടോ. രണ്ടെണ്ണം മത്സരിക്കാൻ. അബ്ബു വിന്നർ എല്ലാം കെട്ടിയവർ. കൊച്ചു അത്രയോ ഇനി അത്രയും കൂടെ റൈസ് ഉണ്ട്. എളുപ്പം 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 എളുപ്പം. ഇനി പിടിച്ച എത്തൂല.
വേണ്ട വെള്ളം വെച്ചിട്ട് എടുത്തുകൂടി. ചേട്ടൻ അനക്കില്ല. അച്ഛൻ ഫിനിഷ് ചെയ്യാറായി കേട്ടോ. എനിക്ക് ഇത്ര ചോറ് നോക്കിണ്ട്. നീ ചിക്കനൊക്കെ തിന്നോ? ഇഞ്ചോട് ഇഞ്ചുള്ള മത്സരം കേട്ടോ. എന്റെ വെടി കയറുന്നത് കഴിച്ചു. എന്റെ അമ്മോ, ചലഞ്ചിനല്ലെങ്കിൽ ഈ മനുഷ്യൻ ഒരു ഇച്ചിരി പോലും തിന്നുന്ന മനുഷ്യൻ അതോ കുത്തിരി തിന്നുന്ന നോക്കിയാണ്. അച്ഛൻ തീരാറായി, കുറച്ചുകൂടെ ഉള്ളു. അല്ലെങ്കിൽ ഈ ചിക്കനൊക്കെ കൊടുത്ത എനിക്ക് വേണ്ടെന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. എന്റെ അമ്മോ, എന്റെ പൊന്നെ, ഒരു ഫുൾ ചിക്കൻ, ഒരു പ്ലേറ്റ് റൈസ്, ഇതെങ്ങോട്ട് പോയി? ഒരു കീറ് ഓലത്തുമ്പോ എനിക്കത് തൊണ്ട വരാതിരിക്കുക. തൊണ്ട വരാതിരിക്കുക. ടൈമർ കട്ട് ചെയ്തോ? 18 മിനിറ്റില് അച്ഛൻ ഒരു ഫുൾ ചിക്കനും ഒരു പ്ലേറ്റ് റൈസും കഴിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരു ക്ലാപ്പ് ഗൈസ്. പൊളി. ഞാൻ മാക്സിമം പിടിച്ചു കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ച കൊച്ചു വന്നു. താങ്ക് യു, താങ്ക് യു. വെൽ ഡൺ. നാളെ തൊട്ട് മത്സരത്തിലെങ്കിലും ജീവിക്കാം. മാണ്ട് ഗൈസ്, ഞാനും ഒരു ഫുൾ ചിക്കൻ കഴിച്ചിട്ടുണ്ട്, ഉണ്ണിയും കഴിച്ചിട്ടുണ്ട്. അപ്പൊ മാക്സിമം ഇത്രേ പറ്റൂ. ചലഞ്ചില് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല റൈസ് ടേസ്റ്റ് ഉണ്ടായിരുന്നോ? ടേസ്റ്റ് ഉണ്ടായിരുന്നു, സാധനം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ആദ്യം ഉണ്ണി കഴിക്കാൻ കുറച്ച് സ്ലോ ആയിരുന്നു, പിന്നെ പിന്നെ അങ്ങ് കയറി അങ്ങ് വന്നു കേട്ടോ. അപ്പൊ എന്തായാലും ചലഞ്ചിൽ അച്ഛൻ ജയിച്ചു ഗൈസ്. അടിപൊളി. കിടലം ഒട്ടും പ്രതീക്ഷിച്ചില്ല, പെട്ടെന്ന് കഴിച്ചു. ഇത് ചിലപ്പോൾ കാണുന്നവർക്ക് മനം പറയും ഞാൻ എങ്ങനെയൊക്കെ തിന്നത് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഞാൻ ക്യാമറ ഉള്ള കാര്യം ഞാൻ വിചാരിച്ചില്ല. അങ്ങ് അർമാദിച്ചങ്ങ് തിന്ന് എന്റെ കണ്ണാടിയിലൊക്കെ കറിയൊക്കെ ഇരിക്കണേ. അപ്പം ചലഞ്ച് എങ്ങനെ സൂപ്പർ അല്ലായിരുന്നോ? സംസാരിക്കാനൊന്നും അധികം പറ്റത്തില്ല ചലഞ്ചില്. പറ്റുമോ? അത് പറ്റുന്ന ഒരു കാര്യമല്ല. ഓക്കെ ഗൈസ്, അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഒരു വീഡിയോ അതിന്റെ പേരല്ലേ? അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ് ഈ ഒരു വീഡിയോ. ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോ ആയിട്ട് ബൈ.